ആകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്കെന്നെ എന്നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. കുറ്റം ചുമത്തുന്നവരുടെ നടുവിൽ വിടുതൽ നൽകുന്ന യേശു. ഈ സന്ദേശം തുടർന്ന് ശ്രവിക്കുന്നതിന് മുൻപ് മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 28-ാം വാക്യവും 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ച് വായിക്കുക. യേശു പള്ളിയിൽ ചെന്നു. അവിടെ വരണ്ട കൈയുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആരാധിക്കുവാനായിട്ടാണ് ആ വരണ്ട കൈയുള്ള മനുഷ്യൻ പള്ളിയിൽ പോയത്, അല്ലേ? അതെ, നാളുകളായി അവൻ പള്ളിയിൽ പോകാറുണ്ടായിരുന്നു. ഇതുവരെ പ്രത്യേകിച്ചൊന്നും അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചില്ല. എല്ലാ ശബ്ബത്തിലും അവൻ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി, വരണ്ട കൈയുമായി പോയി വരണ്ട കൈയുമായി മടങ്ങി. പക്ഷേ ഇന്നത്തെ ഈ ദിവസം, ഈ ശബ്ബത്തിൻ്റെ ദിവസം അവൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യേകമായ ദിവസമായിരുന്നു. നാളുകളായി അവൻ പേറി നടന്ന ശാപം മാറി വിടുതൽ പ്രാപിച്ച ഒരു സുദിനം. നമ്മിൽ പലരുടെയും അനുഭവമാണിത്. നാളുകളായി പ്രാർത്ഥിക്കുന്നു, അനേക നാളുകളായിട്ട് ആരാധിക്കുന്നു, വചനം ധ്യാനിക്കുന്നു, ഉപവസിക്കുന്നു, എല്ലാ ആത്മീയ കാര്യങ്ങളിലും പങ്കുചേരുന്നു. നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ പലരും ദൈവത്തെ അറിയുന്നു, ദൈവത്തിൻ്റെ നന്മകൾ, ദൈവിക നന്മകൾ അനുഭവിക്കുന്നു. എന്നിട്ടും ആഗ്രഹിക്കുന്ന ചില വിഷയങ്ങളിൽ വിടുതൽ കാണുവാൻ കഴിയാതെ നാളുകളായി ചില വേദനകൾ, ചില വരൾച്ചകൾ, ചില പ്രതികൂലങ്ങൾ, ചില കഷ്ടതകൾ വിട്ടുമാറാതെ നമ്മെ പിന്തുടരുന്നു. അങ്ങനെ ഒരുപക്ഷെ അനുഭവങ്ങളുള്ള ആരെങ്കിലും ഈ സന്ദേശത്തെ ശ്രവിക്കുന്നുണ്ടെങ്കിൽ ഇതിലൂടെ നിങ്ങൾക്ക് ചില സത്യങ്ങളെ മനസ്സിലാക്കുവാൻ കഴിയും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഈ സന്ദേശത്തിലൂടെ തൊടുവാനിടയായിത്തീരും. നിരാശപ്പെടാതെ മുന്നോട്ട് പോകുക, ക്ഷീണിക്കാതെ കർത്താവിനെ സേവിക്കുക. വിടുതലിൻ്റെ ഒരു ദിവസം നമുക്കായി ദൈവം കരുതിയിട്ടുണ്ട്. വരണ്ട കൈയുമായിട്ട് ഏത് സ്ഥാനത്ത് നാം ചെല്ലുന്നുവോ അതേ സ്ഥാനത്ത് യേശുവും ഉണ്ടാകും. ഒരു ദിവസം ആ യേശു നമ്മുടെ മുൻപിൽ ആ വരണ്ട കൈയുടെ അനുഭവത്തെ മാറ്റുവാനായിട്ട് കടന്നു വരും. ദൈവമഹത്വത്തിനായിട്ട് അവിടുന്ന് നമ്മെ തൊടും. വരണ്ട കൈയുള്ളവൻ പള്ളിയിൽ ചെന്നു. ആ പള്ളിയിൽ യേശുവും ചെന്നു. അവനോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ, ആരാധിക്കുവാൻ അന്ന് യേശുവും ഉണ്ടായിരുന്നു. പ്രശ്നങ്ങളും കഷ്ടങ്ങളും പേറിയുള്ള ജീവിതയാത്രയിൽ നാം ഏകരല്ല പ്രിയപ്പെട്ടവരെ. വിടുവിക്കാൻ കഴിയുന്ന യേശു നമ്മുടെ വഴികളിൽ കൂടെയുണ്ട്. വിശ്വസിക്കുക മാത്രം ചെയ്യുക, ഒരു വിടുതൽ നിശ്ചയമായിട്ടുമുണ്ട്. ന്യായപ്രമാണത്തെ കരുവാക്കി യേശുവിനെ പ്രവർത്തിക്കുന്നതിൽ നിന്ന് തടയുവാൻ അന്ന് പരീശന്മാർ അവിടെ ഉണ്ടായിരുന്നു. ശബ്ബത്ത് ദിവസമായതുകൊണ്ട് സൗഖ്യമാക്കരുത്, സൗഖ്യമാക്കിയാൽ അത് കുറ്റമാണ്, ശബ്ബത്തിനെ ലംഘിക്കുകയാണ്. അങ്ങനെ യേശുവിനെ കുറ്റം ചുമത്തുന്നവർ അവിടെ ഉണ്ടായിരുന്നു. വരണ്ട കൈയുള്ളവൻ്റെ സൗഖ്യത്തിന് തടസ്സം നിൽക്കുന്ന പരീക്ഷകൾ ഇന്നും നമുക്ക് നേരിടേണ്ടി വരുന്ന ഒരു പ്രശ്നമാണിത്. നമ്മുടെ ആത്മീയ ഭൗതിക വിഷയങ്ങളിൽ വിടുതലിന് തടസ്സമായി നിൽക്കുന്ന പൈശാചിക ശക്തികളുണ്ട്. ഏതുവിധേനയും എന്നും നാം ബന്ധനത്തിൽ തന്നെ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അന്ധകാര പോരുകൾ, അതായിരിക്കാം ഒരുപക്ഷെ ഇതുവരെ നമ്മുടെ വിടുതലിന് തടസ്സമായിരുന്നത്. പക്ഷേ ഈ ശബ്ബത്തിൻ്റെ ദിവസം, ഈ ദിവസം നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യത്യസ്തത കൊണ്ടുവരുന്ന ഒരു ദിവസമായിരിക്കും. യേശു വന്നാൽ ആ വിടുതൽ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും. കുറ്റം ചുമത്തുവാൻ പരീശന്മാർ ചുറ്റും കൂടി നിൽക്കുന്നുണ്ട്. യേശുവിനെ എങ്ങനെ കൊടുക്കാം എന്നാണ് അവരുടെ ആലോചന. പക്ഷേ യേശു അവരോട് പ്രതിവാദം പറയുവാൻ ഒന്നും മെനക്കെടുന്നില്ല. യേശു അവരെ ശ്രദ്ധിക്കുന്നതേയില്ല. യേശുവിൻ്റെ മുഴുവൻ ശ്രദ്ധയും ആ സാധു മനുഷ്യൻ്റെ വരണ്ട കൈമേലാണ്. അവനെ സൗഖ്യമാക്കുക എന്ന ഒരൊറ്റ കാര്യമല്ലാതെ യേശുവിൻ്റെ മനസ്സിൽ വേറൊന്നുമില്ല. കുറ്റപ്പെടുത്തുവാൻ നിൽക്കുന്ന സാത്താനെ ഗൗനിക്കാതെ നമ്മുടെ പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന യേശു, നമ്മുടെ വേദനയെയും നിരാശയെയും പ്രതികൂലത്തെയും കഷ്ടപ്പാടിനെയും കാണുന്ന യേശു, നമ്മെ അവൻ കണ്ടെങ്കിൽ വിടുവിക്കാതെ അവൻ പോകില്ല. യേശു അവനോട് കൈനീട്ടുവാൻ പറഞ്ഞു. വരണ്ട കൈ, പ്രവർത്തനശേഷിയില്ലാത്ത കൈ, ബലഹീനമായ കൈ. പക്ഷേ യേശുവിൻ്റെ മുൻപിൽ കൈ നീട്ടിയപ്പോൾ വരണ്ട കൈ സൗഖ്യമായി. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉയരുമ്പോൾ ദൈവശബ്ദത്തിന് കാതോർക്കുക. ചുറ്റും നിന്ന് കുറ്റം വിധിക്കുന്നവരെ കണ്ട് ചഞ്ചലപ്പെടാതെ, ഭയപ്പെടുത്തുന്ന പൈശാചിക ശക്തിയെ കണ്ട് പതറാതെ, പ്രശ്നബാധിത മേഖലകളെ, വിടുതൽ ആവശ്യമായിരിക്കുന്ന വിഷയങ്ങളെ യേശുവിൻ്റെ മുൻപിലേക്ക് നീട്ടുക. വിടുതൽ നിശ്ചയമാണ്. മറ്റുള്ളവരെന്തും പറയട്ടെ, അവർ കുറ്റം വിധിക്കട്ടെ, അവർ തടസ്സം നിൽക്കട്ടെ, പക്ഷെ വരണ്ട കൈയുമായി നമുക്ക് ദൈവസന്നിധിയിലേക്ക് എഴുന്നേറ്റ് ചെല്ലാം. പ്രശ്നങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം.
അവിടെ നമുക്ക് വിടുതലുണ്ട്. നമ്മുടെ വിടുതലിനായിട്ട് കർത്താവ് അവിടെ സന്നിഹിതനായിട്ടുണ്ട്. രോഗങ്ങൾ, നിരാശകൾ, വേദനകൾ, പാപങ്ങൾ, പ്രലോഭനം, പിന്മാറ്റം, അലസത എന്തുമാകട്ടെ, ദൈവസന്നിധിയിൽ വരണ്ട അവസ്ഥകളെ നീട്ടുക. നീട്ടിയത് വരണ്ട കൈയാണെങ്കിൽ മടക്കുന്നത് വിടുതൽ പ്രാപിച്ച കൈയായിരിക്കും. അതെ, ഉള്ള അവസ്ഥയെ യേശുവിൻ്റെ മുൻപിൽ തുറന്ന് സമ്മതിക്കാം. അവിടുന്ന് വിടുവിപ്പാൻ ശക്തനാണ്, കരുതുന്ന ദൈവമാണ്. കാലവും സമയവും ദിവസവും അങ്ങേക്ക് തടസ്സമല്ല. വിടുതൽ നടക്കരുതെന്ന് അനേകരും കരുതുന്ന സമയത്ത് പോലും വിടുവിപ്പാൻ മനസ്സിലുള്ള ദൈവമാണ് നമ്മുടെ കർത്താവ്. നീറുന്ന വ്യഥകളുമായി നാളുകളായി ജീവിതം തള്ളി നീക്കുന്ന ആരെങ്കിലും ഈ വാക്കുകൾ ശ്രദ്ധിക്കുന്നുണ്ട് എങ്കിൽ വിശ്വസിക്കുക. വേദനയോടെ നാം ആയിരിക്കുന്ന ഇടത്ത് കർത്താവുണ്ട്. നാം പോകുന്ന സ്ഥാനത്ത്, നാം പാർക്കുന്ന ഭവനത്തിൽ, നാം സഞ്ചരിക്കുന്ന വഴികളിൽ, നാം ജോലി ചെയ്യുന്ന സാഹചര്യങ്ങളിൽ തടസ്സം നിൽക്കുന്ന ശക്തികളെ അവഗണിച്ചുകൊണ്ട് വിടുതൽ ആവശ്യമുള്ള മേഖലകളെ മുൻപോട്ട് നീട്ടുവാൻ ആവശ്യപ്പെടുന്ന യേശു നമ്മുടെ കൂടെയുണ്ട്. വിശ്വസിച്ച് കൈനീട്ടിയാൽ ഇന്ന് നമുക്കൊരു വിടുതലിൻ്റെ ദിവസമാണ്. കാരണം വിടുവിക്കുന്ന യേശു നമ്മുടെ കൂടെയുണ്ട്. കുറ്റം ചുമത്തുന്നവരുടെ നടുവിൽ വിടുതൽ നൽകുന്ന യേശു. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്കെന്നെ നാഥാ, നിറയ്ക്ക